IPL അതിൻ്റെ പകുതിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ടീമിന് 14 മാച്ചാണ് ഈ IPLൽ. ഇതിൽ ഒരുവിധം ടീമുകൾ 5 മാച്ച് കളിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോൾ തന്നെ പ്ലേ ഓഫിൽ ആരൊക്കെ കയറുമെന്നതിൻ്റെ ഏകദേശ സൂചന ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ SRH പഞ്ചാബ് മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പോൾ 10 ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഇപ്പോൾ പ്ലേ ഓഫ് തീരെ പ്രതീക്ഷയില്ലാത്ത 2 ടീമുകൾ RCBയും ഡൽഹിയുമാണ്. 5 മാച്ചിൽ ഒരെണ്ണത്തിൽ മാത്രമേ ഈ 2 ടീമും ജയിച്ചിട്ടുള്ളൂ. 2 പോയിന്റ് മാത്രമേ ഇവർക്കുള്ളൂ. 16 പോയിന്റ് ഉണ്ടെങ്കിൽ ആ ടീം പ്ലേ ഓഫിൽ എത്തുമെന്നത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ RCBയും ഡൽഹിയും ഇനിയുള്ള 9 മാച്ചിൽ 7 എണ്ണത്തിലും ജയിച്ചിരിക്കണം. ഇത്രയും മാച്ച് തോറ്റ RCB ഇനി അത് നേടാൻ സാധ്യത കുറവാണ്. മുംബൈ ആണെങ്കിൽ കളിച്ച 4 മാച്ചിൽ ഒരെണ്ണത്തിൽ ജയിച്ചിട്ടുണ്ട്. മുംബൈക്കും ഇനി ഒരുപാട് മാച്ച് ജയിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്ലേ ഓഫ് സാധ്യത കുറവാണ്. ഇനിയുള്ള 10 മാച്ചിലെ 7 എണ്ണത്തിൽ മുംബൈ കളിച്ച് ജയിക്കണം. എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്തൂ. ഇനി ഗുജറാത്ത്, പഞ്ചാബ് ഈ 2 ടീമിനും 4 പോയിന്റ് ഉണ്ട്. അതുപോലെ ഹൈദരാബാദ് ഇന്ന് കളി ജയിച്ചപ്പോൾ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അവർക്ക് 6 പോയിന്റ് ഉണ്ട്. CSKയുടെ അതേ പോയിന്റ് തന്നെയാണ് SRHനും. ചെന്നൈയും 5 കളിയിൽ നിന്നാണ് 3 കളി ജയിച്ചിരിക്കുന്നത്. ചെന്നൈക്കും 6 പോയിന്റാണ്. ചെന്നൈക്ക് ഇനി ബാക്കി 9 മാച്ചുണ്ട്. ഇതിലെ 5 കളി ജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താം. നിലവിലിപ്പോൾ 2-3 സ്ഥാനത്ത് കൊൽക്കത്തയും ലക്നൌവുമാണ്. ഈ 2 ടീമും ഒരു മാച്ച് മാത്രമേ തോറ്റിട്ടുള്ളൂ. 2 പേർക്കും 6 പോയിന്റ് ഉണ്ട്. നിലവിൽ 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ തന്നെയാണ്. കളിച്ച 4 മാച്ചിലും ജയിച്ച് 8 പോയിന്റ് രാജസ്ഥാനുണ്ട്. ഇനി ബാക്കി 10 മാച്ച് രാജസ്ഥാനുണ്ട്. ഇതിലെ 4 എണ്ണത്തിൽ ജയിച്ചാൽ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് ഇപ്പോൾ ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു പേര് രാജസ്ഥാൻ്റെയാണ്. ഇപ്പോൾ തന്നെ 8 പോയിന്റ് നേടിയതുകൊണ്ട് 90% രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.